അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറുല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ശുദ്ധി പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ശുദ്ധീകരണം നടത്തേണ്ടത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുവാൻ വുളൂ ചെയ്യണം, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുവാൻ കുളിക്കണം. ഈ വുളൂഉം കുളിയും ചെയ്യേണ്ടത് വെള്ളം കൊണ്ടാണ്. ശുദ്ധമായ തഹൂറായ വെള്ളം കൊണ്ടാണ് ഈ ശുദ്ധീകരണം നിർവഹിക്കേണ്ടത്. എന്നാൽ വെള്ളം തീരെ കിട്ടാനില്ലാത്ത അവസരത്തിൽ, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരണം നടത്താവുന്നതാണ്. അതിനാണ് തയമ്മും എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്? ശുദ്ധമായ പൊടിയുള്ള മണ്ണുകൊണ്ടാണ് തയമ്മും ചെയ്യേണ്ടത്. ആ മണ്ണ് അല്പം നിവർത്തിയിട്ടതിനു ശേഷം രണ്ട് കൈകൾ കൊണ്ട് ആ മണ്ണിൽ അടിക്കുക. അതിനുശേഷം ആ മണ്ണ് തട്ടിക്കളഞ്ഞതിനു ശേഷം അതിന്റെ പൊടി കൊണ്ട് ആദ്യം നിയ്യത്തോടുകൂടി, വെള്ളമില്ലാത്ത കാരണത്തിനു വേണ്ടിയാണ് തയമ്മും ചെയ്യുന്നത് എങ്കിൽ തയമ്മുമിന്റെ ഫർദിനെ ഞാൻ വീടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖം തടകുക. അതിനുശേഷം വീണ്ടും ആ മണ്ണിൽ അടിച്ചുകൊണ്ട് മണ്ണ് തട്ടിക്കളഞ്ഞതിന് ശേഷം അതിന്റെ പൊടി ഉപയോഗിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ പുറകിൽ നിന്ന് ആരംഭിച്ച്, വിരലുകളിൽ നിന്ന് ആരംഭിച്ച് പുറകിലൂടെ തടകി, ഇടത് കൈയുടെ ഉൾഭാഗം കൊണ്ട് വലത് കൈയുടെ പുറകുഭാഗം തടകി, അതിന്റെ ഇടത് കൈയുടെ ഇബ്ഹാം തള്ളവിരൽ കൊണ്ട് വലത് കൈയുടെ തള്ളവിരലിന്റെ പുറകിൽ തടകുക. അതിനുശേഷം വലത് കൈയുടെ മുൻകൈ ഉപയോഗിച്ചുകൊണ്ട് ഇടത് കൈയുടെ പുറകുഭാഗം തടകി, ഇടത് കൈയുടെ മുൻഭാഗത്തിലൂടെ ഇടത് കൈയുടെ തള്ളവിരലിന്റെ പുറകിൽ തടകി അവസാനിപ്പിക്കുക. ഇതാണ് തയമ്മും ചെയ്യേണ്ട രൂപം. എന്നാൽ ശരീരത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത കാരണത്താൽ ഒരാൾ തയമ്മും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത് തയമ്മുമിന്റെ അവയവത്തിലാണ്. കൈകളിലോ അല്ലെങ്കിൽ മുഖത്തോ ആണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത്. അതിനുവേണ്ടിയാണ് അയാൾ തയമ്മും ചെയ്യുന്നത് എങ്കിൽ അയാളുടെ തയമ്മും യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നില്ല. കാരണം തയമ്മുമിന്റെ അവയവത്തിലാണ് അയാൾക്ക് മുറിവ് പറ്റിയിട്ടുള്ളത്, അവിടെ വെച്ച് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തയമ്മും ചെയ്ത് അയാൾ നിസ്കരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ നിസ്കാരം അയാൾ പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.